ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി സാമ്പാറാണ്. തേങ്ങ അരയ്ക്കാതെയും അതുപോലെ സാമ്പാർ പൊടി ഉപയോഗിക്കാതെയും നല്ല രുചിയിൽ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസിയാണ്. ബാച്ചിലേഴ്സിനും അല്ലാത്തവർക്കും ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ണങ്ങളൊന്നും എടുത്തിട്ടില്ല. പൊതുവേ കഷ്ണം കുറച്ചിട്ട് വെക്കുന്ന സാമ്പാറാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ആദ്യമായിട്ട് ഒരു കുക്കറിലേക്ക് 1/2 കപ്പ് അളവിൽ സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 5 അല്ലി ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 3 വിസിലൊക്കെ മതിയാവും, നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ സാമ്പാറിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ്, മത്തങ്ങ, അതുപോലെ വെള്ളരിക്ക, പടവലങ്ങ, ഇത്രയും കഷ്ണങ്ങളാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ള കഷ്ണങ്ങൾ അനുസരിച്ച് ചേർക്കാം കേട്ടോ. ചേന ചേർക്കാം, അതുപോലെ കായ ചേർക്കാം. എന്താണ് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെയുള്ള കുറച്ച് വേവുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. കായമാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഇഞ്ച് കനത്തിൽ കായം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുതിർത്തി വെക്കുക. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതെല്ലാം കൂടി ചേർത്ത് വേവിക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 വിസിൽ കൂടി നമുക്ക് ഈ കുക്കറിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കാം. സാമ്പാർ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയ്ക്ക, തക്കാളി, അതുപോലെ വെണ്ടയ്ക്ക, ഈ 3 കഷ്ണങ്ങളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ഉണ്ടെങ്കിലും ഈ ഒരു സമയത്ത് വഴുതനങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ആ ഒരു ചേർത്ത് കൊടുത്ത പച്ചക്കറികളുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നോക്കിയിട്ട് മാത്രം ചേർക്കുക. നേരത്തെ നമ്മൾ കൊടുത്തതനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. നല്ലപോലെ ഈ ഒരു പച്ചക്കറികളിലേക്ക് ആ പൊടികളുടെ ഇതെല്ലാം നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബാക്കിയുള്ള കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 വിസിലടിച്ച് നന്നായിട്ട് വേവിച്ചെടുത്തപ്പോഴത്തേക്ക് ഇത് നല്ലപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം ഒന്നും ഒരുപാട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. സാമ്പാർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകിപ്പോവും. നമ്മൾ പരിപ്പിട്ട് വെക്കുന്ന സാമ്പാർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് നന്നായിട്ട് കുറുകിപ്പോവും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ മുരിങ്ങയ്ക്കയും തക്കാളിയും വെണ്ടയ്ക്കയും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോവില്ല കഷ്ണങ്ങളൊന്നും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്നത് വരെ ഇങ്ങനെ തുറന്ന് വെക്കുക. തിളച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ചിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചാൽ നല്ലപോലെ ആ ഒരു കഷ്ണങ്ങളിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. കുറച്ചൊന്ന് വെള്ളമൊക്കെ വറ്റി ഒന്ന് തിക്കായിട്ട് സാമ്പാർ വരും. ഒരുപാട് തിക്കായിട്ടല്ല എടുക്കുന്നത്, എന്നാലും അത്യാവശ്യം തിക്കായിട്ട് തന്നെ വരും. പിന്നെ ഇത് പുറത്തിരിക്കും തോറും സാമ്പാർ കുറച്ചുകൂടി തിക്കായിട്ട് വരും. അപ്പോൾ ഇതാ കണ്ടോ, കഷ്ണങ്ങളൊന്നും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല. നമ്മളിട്ട മുരിങ്ങയ്ക്കയും അതുപോലെ വെണ്ടക്ക പോലും ഒരെണ്ണം പോലും ഉടഞ്ഞു പോവാതെ നല്ല ടേസ്റ്റിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സാമ്പാർ പൊടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൊടികൾ ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സാമ്പാർ പൊടിയും കൂടി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒരു സാമ്പാർ ടേസ്റ്റിൽ മോശമൊന്നുമല്ല, പക്ഷേ
സാമ്പാർ പൊടിയും കൂടി ചേർത്താൽ എക്സ്ട്രാ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സാമ്പാർ പൊടിയൊന്നും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. കായം മാത്രം മതിയാവും പൊടികളായിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ സാമ്പാർ പൊടി ഇല്ലെങ്കിലും കായം വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. അതുപോലെ വറുത്തരച്ച സാമ്പാർ, നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പി എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്